ശാന്തി. എങ്ങനെയാണ് നമുക്ക് ശരിയായൊരു തീരുമാനം എടുക്കാൻ പറ്റുക? ഒരുപാട് പേരുടെ മനസ്സിൽ ചോദ്യമാണിത്. പലപ്പോഴും ജീവിതത്തിലെ പല പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല എന്ന ഒരു കുഴഞ്ഞ അവസ്ഥയിൽ പലരും എത്തിച്ചേരാറുണ്ട്. അപ്പോഴൊക്കെ അറിയാതെയെങ്കിലും നമ്മൾ വിചാരിച്ചു പോവും, എനിക്ക് ഒരാൾ എന്നെ ഗൈഡ് ചെയ്യാനുണ്ടായിരുന്നുവെങ്കിൽ, ഇതിനൊരു തീരുമാനം പറഞ്ഞ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ സഹായിക്കാൻ ഒരാളുണ്ടായിരുന്നുവെങ്കിൽ. വാസ്തവത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവും ഏറ്റവും വലിയ മിത്രവും നമ്മൾ തന്നെയാണ്. നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് യഥാർത്ഥമായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കത്തക്ക രീതിയിൽ നമ്മളെ സശക്തരാക്കി മാറ്റുക എന്നത് തന്നെയാണ് ഏറ്റവും ആവശ്യം. പിന്നെ ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞു തരട്ടെ. ഡിസിഷൻ ഈസ് എ ഡിസിഷൻ. ഒരു തീരുമാനം, ഒരു നിർണയം, അതൊരു നിർണയമാണ്. നിർണയം എന്ന ഒരു പ്രക്രിയയുടെ ഉള്ളിൽ ശരിയും തെറ്റും എന്നൊരവസ്ഥയില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം എടുക്കുന്ന കർമ്മത്തിൻ്റെ പേരാണ് നിർണയം. അത് ശരിയായ സൈഡിലേക്കാണ് നിങ്ങൾ നിർണയിച്ചതെങ്കിൽ ജീവിതത്തിൽ സുഖവും സന്തോഷവും, തെറ്റായ രീതിയിലേക്കാണ് നമ്മൾ നിർണയിച്ചതെങ്കിൽ അത് നമുക്ക് ദുഃഖവും അശാന്തിയും തരും. അത്രയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് നിർണയം എടുക്കുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. അപ്പം നിർണയം എന്തിലല്ല, പക്ഷേ നിർണയം എടുക്കുന്ന സമയത്തുള്ള എൻ്റെ മനോഭാവം എന്ത്, അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ആധാരമായിട്ട് മാറുന്നത്. ആ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് എൻ്റെ ഇമോഷൻസ്, എൻ്റെ വൈകാരിക ഭാവങ്ങൾ അതെന്നെ എങ്ങനെ ഭരിക്കുന്നുണ്ട് എന്നതിൻ്റെ ആധാരത്തിൽ ആ കാര്യം അത് കഴിഞ്ഞ ശേഷം ഉണ്ടാകുന്ന പരിണത ഫലത്തിൽ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. എപ്പോഴും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ എപ്പോഴാണോ എൻ്റെ തീരുമാനങ്ങൾക്ക് പിന്നിൽ ഞാനും എൻ്റെയും എന്നതായിരിക്കുന്ന ഫാക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നിങ്ങളൊരു തീരുമാനമെങ്കിൽ അത് തീർച്ചയായിട്ടും പക്ഷപാതപരമായിട്ടുള്ള തീരുമാനമായിരിക്കും. അത് നമുക്ക് ദുഃഖം തരുകയുള്ളൂ. ഞാൻ ഇന്നലത്തെ ഭഗവാന്റെ മഹാവാക്യം ഓർത്തു പോവുകയാണ്. പഠിപ്പിക്കുന്ന സമയത്ത് ഈശ്വരൻ്റെ മഹാവാക്യത്തിലുണ്ടായിരുന്നു, എവിടെ ഞാനും എൻ്റെയും ഉണ്ടോ അവിടെ തീർച്ചയായിട്ടും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. എവിടെ എൻ്റെ എന്നതിന് നിൻ്റേതിലേക്ക് പരിവർത്തനം ചെയ്യുന്നു. ഒരൊറ്റ ശബ്ദത്തിൻ്റെ മാറ്റം മാത്രമേ ഉള്ളൂ. എ എന്നുള്ളതിനെ നീ എന്നിലേക്ക് പരിവർത്തനം ചെയ്താൽ എപ്പോൾ എൻ്റെ നിൻ്റേതിലേക്ക് പരിവർത്തനം വരുന്നു അവിടെ ആ ഒരു പ്രോബ്ലം എന്നൊരവസ്ഥ ഉണ്ടാവില്ല. അതൊരു സിറ്റുവേഷൻ മാത്രമായിട്ട് മാറുകയാണ്. ഒരു സിറ്റുവേഷനും ഒരിക്കലും സ്ഥിരമായി നിൽക്കാറില്ല. എല്ലാം ഇന്ന് വന്നത് നാളെ മാറിപ്പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ സന്ദർഭത്തിൽ എന്ന് കരുതിക്കൊണ്ടൊരു തീരുമാനം എടുക്കരുത്. മനസ്സ് വിഷമിക്കുന്നുവെങ്കിൽ ഒരിക്കലും തീരുമാനം എടുക്കരുത്. കുറച്ച് സമയം സ്റ്റോപ്പ് ചെയ്യുക, കുറച്ച് സമയം പോസ് ചെയ്യുക. അതെ, ഇങ്ങനെയൊക്കെ ആയല്ലോ, കുറച്ച് സമയം ഞാൻ സൈലൻ്റ് ആവട്ടെ, കുറച്ച് സമയം ഒന്ന് കഴിയട്ടെ, എന്നിട്ട് ഞാനൊരു തീരുമാനം എടുക്കാം എന്ന് വിചാരിക്കാവൂ. തത്സമയം ഒരു തീരുമാനം എടുക്കരുത്. പല രീതിയിലും ഞാനും എൻ്റെയും നമ്മളത് ബന്ധിപ്പിക്കും. പലപ്പോഴും ഒരു തീരുമാനം ഇമോഷണലായി എടുത്ത ശേഷം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് ആ സമയത്ത് എൻ്റെ ഫീലിംഗ് കൊണ്ട് ഞാൻ പറഞ്ഞു പോയി ചെയ്തു പോയെന്നേ ഉള്ളൂ, അങ്ങനെയൊന്നും വേണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോവും. സത്യത്തിൽ ഇമോഷണലായി നിൽക്കുന്ന സമയത്ത് ഒരിക്കലും ഞാനും എൻ്റെയും മാറ്റി നിർത്തിക്കൊണ്ടൊരു തീരുമാനം എടുക്കാൻ നമുക്ക് പറ്റില്ല. അവിടെ എൻ്റെ ഫീലിങ്സ്, എൻ്റെ ചിന്തകൾ, എൻ്റെ ഐഡിയാസ്, എൻ്റെ സ്ഥിതി, എൻ്റെ സ്റ്റേജ്, എൻ്റെ പൊസിഷൻ, ഇതൊക്കെ എന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാനും എൻ്റെയും നമ്മളെ വീർപ്പ് മുട്ടിക്കുന്ന സമയത്ത് സൈലൻസ്. ഒരു നല്ല തീരുമാനം എടുക്കാൻ ഒരിക്കലും ഇമോഷണലി വീക്കായി നിൽക്കുന്ന ഒരു മൈൻഡിന് സാധ്യമല്ല. അതുകൊണ്ട് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ, മറ്റെല്ലാം സ്റ്റോപ്പ് ചെയ്ത് എൻ്റെ മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടി ഒരു ഫുൾ സ്റ്റോപ്പ്, പുട്ട് എ ഫുൾ സ്റ്റോപ്പ്. ജസ്റ്റ് നമ്മളതൊക്കെ മാറിക്കൊണ്ട് ഞാനിന്ന് സത്യത്തിലേക്ക് തിരിച്ചു വന്ന് എൻ്റെ ഒറിജിനൽ വാല്യൂ ഇതാണ്, എൻ്റെ ഒറിജിനൽ സ്റ്റേജ് ഇതാണ്, ഇതെല്ലാം ഇത് കുറച്ച് കഴിഞ്ഞാൽ മാറിപ്പോകുന്ന ഘടകങ്ങളാണ്. അപ്പോഴും മാറ്റമില്ലാത്ത ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. എൻ്റെ വാല്യൂ അപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഈ രീതിയിൽ ഒന്ന് വിഡ്രോ ചെയ്തുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഉൾവലിഞ്ഞുകൊണ്ട് ആ ഒരു കാര്യത്തെ ഒന്ന് നോക്കാൻ തുടങ്ങിയ കുറച്ച് കഴിയുമ്പോഴേക്കും ശാന്തമായ മനസ്സ് പറയും, ഇതൊരു പ്രശ്നമേ അല്ലല്ലോ, ഇതൊരു ചെറിയ കാര്യമല്ലേ എന്ന് നമ്മുടെ മനസ്സ് സംസാരിക്കാൻ തുടങ്ങും. ആ സമയത്ത് എൻ്റേത് എന്ന സൈക്കിളിൽ നിന്ന് മുറിച്ചുകൊണ്ട് ശരിയായതെന്തോ അതിന് തീരുമാനിക്കാനുള്ള ശക്തി നമുക്ക് കിട്ടും. ആ ഒരു അവസ്ഥയിലെ തീരുമാനങ്ങൾ എടുക്കാവൂ. മൂന്നാമത്തെ ഫാക്ടർ, ഒരു തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിന് വേണ്ടി എന്ത് ത്യാഗം നമുക്ക് സഹിക്കേണ്ടി വന്നാലും ആ ത്യാഗം സഹിക്കാനും ഹാർഡ് വർക്ക് ചെയ്യാനുള്ളതായിരിക്കുന്ന ശക്തി ശാന്തമായ മനസ്സിനൊരു തീരുമാനം എടുത്താൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരും. ഞാനെടുത്ത തീരുമാനമാണ്, അതുകൊണ്ട് എനിക്കതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം എന്നുള്ള ശക്തിയായ സങ്കല്പങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് വരും. ഇനി അഥവാ അത് തെറ്റായി പോയാൽ പോലും മറ്റൊരാളുടെ മേലെ അതിൻ്റെ ഭാരം ചുമത്താതെ ആ ഉത്തരവാദിത്വം സ്വയം അവനവനിലെടുത്തുകൊണ്ട് ആത്മപരിശോധനയ്ക്കുള്ളതായിരിക്കുന്ന സമയമായി അതിനെ കണക്കാക്കി അവിടെ ആത്മപരിശോധന അഥവാ സെൽഫ് ഇൻട്രോസ്പെക്ഷൻ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ ആ പരിശോധനയിലൂടെ നമ്മുടെ ഉള്ളിൽ നിന്ന് എന്തുകൊണ്ട് തോറ്റു, എങ്ങനെ ജയിക്കാമായിരുന്നു എന്ന് സ്വയം ഉരുത്തിരിഞ്ഞു വരുന്ന ഫാക്ടറാണ്.
ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് പറ്റിയാൽ തന്നെ, അഥവാ നമ്മുടെ തീരുമാനത്തിൻ്റെ പരിണത ഫലമായി ഒരു നെഗറ്റീവ് ഫാക്ടർ ഉണ്ടായി എങ്കിൽ അതിനെ പരിശോധിച്ച് അതിൽ നിന്ന് മുന്നേറാൻ സ്വയം ഉത്തരവാദിത്വം എടുക്കുന്നവർക്കേ സാധിക്കൂ. അങ്ങനെ സ്വന്തം ഉത്തരവാദിത്വം എടുത്തുകൊണ്ട് അതിനെ പരിശോധിച്ച് അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പുതുപുത്തൻ ആശയങ്ങളോടുകൂടി പുതിയ രീതിയിൽ അതിനെ വീണ്ടും എങ്ങനെ നന്നാക്കാം എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉത്തരം വരും. അതേസമയം മറ്റുള്ളവരോട് ചോദിച്ച് നടന്നാൽ നമ്മൾ അലഞ്ഞു നടക്കുകയുള്ളൂ. ഒരാൾ പറയുന്ന ഉത്തരം മറ്റൊരാൾ പറയുന്ന ഉത്തരം ആവില്ല. നിങ്ങളുടെ മനസ്സിന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഉത്തരമല്ല നമ്മൾ ചോദിക്കുന്ന ആൾ പറയുന്നതെങ്കിൽ ഇനി ഒരാളെ തേടിപ്പോവും. പലരുടെ ആശയങ്ങൾ കൂടി ചേരുമ്പോൾ കുറേയും കൂടി സംഘർഷങ്ങളിൽ കുരുങ്ങാമെന്നല്ലാതെ ഒരിക്കലും യഥാർത്ഥ തീരുമാനം എടുക്കാനാവില്ല. അതുകൊണ്ട് മറ്റെല്ലാത്തിൽ നിന്നും മനസ്സിനെ മാറ്റി നിർത്തി കുറച്ച് സമയം ശാന്തമാക്കി, മനസ്സ് ശാന്തമായി കഴിയുമ്പോൾ ആ കാര്യത്തിൽ നിന്നൊന്ന് ഡിറ്റാച്ചായി കഴിഞ്ഞ് ആ കാര്യത്തെ നോക്കിയാൽ നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത് നിർണയം തന്നെയാണ്. രണ്ടാമത് നിർണയമെടുക്കുന്ന സമയത്ത് ഞാനും എൻ്റെയും മാറ്റിവെച്ചുകൊണ്ട് ശാന്തമായ മനസ്സിൽ നിന്ന് വേണം ഒരു തീരുമാനം എടുക്കാൻ. മൂന്നാമത് തീരുമാനത്തിൻ്റെ ഉത്തരവാദിത്വം എന്തു തന്നെയാണെങ്കിലും അത് സ്വയം ഏറ്റെടുത്തുകൊണ്ട് ആത്മപരിശോധനയിലൂടെ അതിൽ നിന്ന് ഉരുത്തിരിയുന്ന പാഠങ്ങളെ പഠിച്ചു മുന്നേറുകയാണെങ്കിൽ ബെറ്റർ ലൈഫും ബെറ്റർ പെർഫോമൻസും നല്ല രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തിയും നിങ്ങൾക്കുണ്ടാകും. നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു എൻലൈറ്റൻമെൻറ്റ് ഉണർന്നു വരാനുണ്ട്. ആ ആത്മബോധം അഥവാ ആത്മശക്തി, ആത്മസാധകം, അത് നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്ന ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരകാലത്തേക്ക് സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യുന്ന അനുഭവിയാക്കി നിങ്ങളെ മാറ്റും. പറയാറില്ലേ, ഏജ് ഈസ് നോട്ട് ദ മാറ്റർ ബട്ട് കറേജ് ഈസ് ദ ഫാക്ടർ. എവിടുന്നാണ് നമുക്ക് ആ കറേജ് ഉണ്ടാകുന്നത്? അനുഭവത്തിൻ്റെ ശക്തിയിലൂടെയാണ് നമുക്കത് സ്വന്തമാക്കുക. അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ 3 കാര്യങ്ങളിൽ മുന്നിൽ വെച്ചുകൊണ്ട് സ്വയം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന തീരുമാനം നമുക്ക് സദാ സുഖദായിയായി മാറും. അങ്ങനെയുള്ള നല്ല തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുത്തുകൊണ്ട് എന്നും വിജയം സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.